ദിശ അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യോധ സീരീസിൻ്റെ 6th വീക്കാണ്. അപ്പോൾ റീസണിങ്ങിന് കുറച്ച് ടോപ്പിക്സ് ഞാൻ അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ അതൊക്കെ കവർ ചെയ്തോ. അപ്പോൾ ഒരു 4 ടോപ്പിക്സ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഫുള്ള് ഒരു വീക്ക് കൊണ്ട് കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അത്ര പാടായിട്ടുള്ള ടാസ്ക് ഒന്നുമല്ല. നിങ്ങൾക്ക് ഈ 4 ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി പോവുക. അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് തന്നെ പോകണം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സമയം നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരാഴ്ച 4 ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ആ സമയം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് റീസണിങ്ങിന് കിട്ടും. റീസണിങ്ങിന് ഞാൻ പറയുന്ന പോലെയൊന്നുമല്ല, നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിക്കണം. അത് ഫുൾ മാർക്ക് വായിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് അങ്ങ് ഫ്രണ്ടിലാവും. അപ്പോൾ ഫുൾ മാർക്ക് റീസണിങ്ങിന് എന്തായാലും വാങ്ങിക്കുക. പിന്നെ ഇംഗ്ലീഷിനൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്ന് പറയാൻ പറ്റത്തില്ല. മാത്സിന് നമുക്ക് പറയാൻ പറ്റത്തില്ല. GK നമുക്ക് ഓപ്ഷണലാണ്, അറിയാൻ പറ്റത്തില്ല എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. പക്ഷേ നമുക്ക് റീസണിങ്ങിന് എന്തായാലും ഫുൾ മാർക്ക് വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി തന്നെ വർക്ക് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയായിരുന്നു ടോപ്പിക്സ് ഞാൻ പറഞ്ഞിരുന്നത്? എന്തൊക്കെയായിരുന്നു? കോഡിങ്, ഡീകോഡിങ് ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്, സിലോഗിസം ഉണ്ട്, പിന്നെ നമ്മുടെ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ടോപ്പിക്സിലോട്ട് തന്നെ പോവാം. ഇനി എത്ര ദിവസമാണ് ഉള്ളത് നിങ്ങളുടെ കയ്യിൽ? 68 ദിവസമാണ് ഉള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ വർക്ക് ഹാർഡ് ചെയ്താൽ നമുക്കൊരു എന്തായാലും ഒരു ജോലി വാങ്ങാം. അപ്പോൾ ഈ യോധ സീരീസിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ എക്സാം കഴിയുന്നതോടുകൂടി ഒരു ജോലി എന്തായാലും ഉറപ്പാക്കണം. അപ്പോൾ അടുത്ത നോക്കാം. ഫസ്റ്റ് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, എന്താണ്? കോഡിങ്, ഡീകോഡിങ്. കോഡിങ്, ഡീകോഡിങ് ആകുമ്പോൾ ആദ്യം നോക്കിക്കേ, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ്. അപ്പോൾ ഒരു കോഡ് ലാംഗ്വേജിന് നമ്മൾ ബയറിനെ യൂസ് ചെയ്യുന്നത് ഇത്രയും ലെറ്റേഴ്സാണ്. അപ്പോൾ ബയറിന് യൂസ് ചെയ്യുന്ന ഈ ലെറ്റേഴ്സാണ്. അതേപോലെ ചൈൽഡിനെ നമ്മൾ ഇങ്ങനെയാണ് കോഡിൽ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെത്തിനെ സെയിം കോഡ് യൂസ് ചെയ്ത് എങ്ങനെ എഴുതാമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യമേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി എന്ത് ചെയ്യണം? നേരത്തെ എങ്ങനെയാണ് ഈ കോഡ് കൊടുത്തതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കിക്കേ, ബയർ ഈസ് റിട്ടൺ ആ CS എന്ന് പറയുമ്പോൾ ബിയുടെ തൊട്ടടുത്തുള്ള വേർഡാണല്ലോ സി എന്ന് പറഞ്ഞാൽ, അപ്പോൾ BC ആണ് വന്നത്. അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേ, കറക്റ്റ് ആണോ? BCD തന്നെയാണ് വരുന്നത്. അപ്പോൾ C എന്ന് ഡിയിലോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ D എന്ന് ഡയറക്റ്റ് എങ്ങോട്ട് പോകണം? ABCD E അല്ലേ, അപ്പോൾ ഇയിലോട്ട് പോവുക. അപ്പോൾ ഈ വെച്ചിട്ടുള്ള 2 ഓപ്ഷനാണുള്ളത്. ഓപ്ഷൻ 1 നോക്കണം, ഓപ്ഷൻ 4 നോക്കണം. ബാക്കിയുള്ള ഒരു ഓപ്ഷനും നമ്മൾ നോക്കണ്ട, കാരണം ഇവിടെ എല്ലാം G ആണ് വരുന്നത്, ഇവിടെ F വരുന്നത്. അപ്പോൾ 2 ഓപ്ഷൻ നമുക്ക് ക്യാൻസലായി. ഇനി അടുത്തത് നോക്കിക്കേ, U ആണ്. U എന്ന് എസ്സിലോട്ടായി എന്ന് പറയുമ്പോൾ U എന്ന് എസ്സിലോട്ട് എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ടല്ലേ പോയേക്കുന്നത്? U എന്ന് ബാക്കിലോട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ U എന്ന് ബാക്കിലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും പിക്ക് RSTU അല്ലേ. TU എന്ന് പറയുമ്പോൾ -2. U -2 ചെയ്യുമ്പോഴാണ് ഇവിടെ വന്നെത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, H എന്ന് Fലോട്ടായി. H എന്ന് Fലോട്ട് എന്ന് പറഞ്ഞാൽ FGH. ഇവിടെയും -2 അല്ലേ, പുറകിലോട്ടല്ലേ പോയേക്കുന്നത്. അപ്പോൾ ഇവിടെയും എന്താണ് ചെയ്യേണ്ടത്? -2 ചെയ്യുക. എന്ന് -2 ചെയ്താൽ എവിടെ ചെന്ന് നിൽക്കും? Cയിൽ നിൽക്കുമോ Bയിൽ നിൽക്കുമോ? എവിടെ ആയിരിക്കും നിൽക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേ. Cയുടെ കൂടെ +2 ചെയ്താൽ E കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ABCDE എന്ന് +2 ചെയ്തപ്പോൾ നമ്മൾ Eയിൽ ചെന്ന് നിന്നില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. വേണമെങ്കിൽ ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. BCDE +3 ചെയ്യുമ്പോഴാണ് ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ പാറ്റേൺ അല്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് മന്ത് ഈസ് റിട്ടൺ ആസ് 1412137119. ഇയറിനെ നമ്മൾ ഈ ഒരു കോഡ് യൂസ് ചെയ്താണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ വീക്കിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ എഴുതാം? എങ്ങനെയായിരിക്കും എഴുതാൻ പറ്റുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെല്ലാം നമ്പേഴ്സാണ്. നമ്പേഴ്സ് ആകുമ്പോൾ നിങ്ങൾ ആദ്യമേ ഓരോരോ ലെറ്റേഴ്സിൻ്റെയും നമ്പർ പഠിക്കുക. ആദ്യം എന്താണ്? നിങ്ങൾ എല്ലാം ABCDEFG എന്ന് പറഞ്ഞ് ഫുൾ എഴുതണമെന്നില്ല. ഈ ഒരു പാറ്റേൺ എങ്കിലും പഠിച്ചു വെച്ചേക്കുക. EJOTY എന്ന് പഠിക്കുക. ഈൻ്റെ നമ്പർ എത്ര? 5 ആണ്. അപ്പോൾ Jയുടെ എന്താണ്? 10 ആണ്.
ഓയുടെ എന്താണ് 15 ടീരെ ആകുമ്പോൾ എത്ര വരും 20 വരും, വൈരെ ആകുമ്പോൾ 25 വരും. അപ്പോൾ ഈ ഒരു പാറ്റേൺ എങ്കിലും പഠിച്ചു വെക്കുക. എന്താണ് EJOTY, EJOTY. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് എഫ് ഏതായിരിക്കും, ഇ കഴിഞ്ഞിട്ടല്ലേ എഫ്, അപ്പോൾ 6ാമത്തെ ആയിരിക്കും എഫ്. ഇങ്ങനെയും പഠിച്ചു വെക്കാം. അപ്പം നോക്കിയേ എം എത്രാമത്തെ ആയിരിക്കും, ABCDF G, ജെ കഴിഞ്ഞിട്ടല്ലേ എം വരുന്നത്, JKLM എന്ന് പറഞ്ഞാൽ എം 13ാമതല്ലേ വരുന്നത്. അപ്പോൾ എമ്മിൻ്റെത് 13 നമുക്ക് മനസ്സിലായി, എം 13. ഇനി നോക്കിയേ ഓ എത്രാമതാ വരുന്നേ, ഓ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയറക്റ്റ് നമുക്കറിയാം 15ാമതാണ് വരുന്നത്. അപ്പോൾ 15. ഇനി അടുത്തത് എൻ അല്ലേ, എൻ ആവുമ്പോൾ എത്രാമതാ വരുന്നേ, എൻ എന്ന് പറയുന്നത് എം കഴിഞ്ഞിട്ടല്ലേ എൻ വരുന്നേ, അപ്പോൾ 14ാമതായിരിക്കുമല്ലോ എം. ഇനി അടുത്തത് ടി എന്ന് പറഞ്ഞാൽ എത്രയാമത്തെയാണ്, 20ാമത്തെയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, 20 വരും. ഇനി വൈ എന്ന് പറഞ്ഞാൽ എത്രാമത്തെയാ, 25ാമത്തെയാണ്. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ തന്നേക്കുന്ന 14, 12, 13, ചിലപ്പോൾ 13 ആയിരിക്കത്തില്ല, ഇത് ഏത് നമ്പറാണെന്ന് അറിയത്തില്ല. അപ്പോൾ 14, 12, 13, 7, 19 ആയിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന നമ്പർ എത്രാമത്തെ ആയിരിക്കും. നമ്മൾ എങ്ങനെ ഈ ഓപ്പോസിറ്റ് നമ്പർ കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഈ നമ്പർ 13 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 27 കുറയ്ക്കുന്ന നമ്പർ ആയിരിക്കും. അപ്പോൾ 27 - 13 എത്രയാടേ, 14 വരത്തില്ലേ? ഓക്കെ, വന്നല്ലോ. ഇനി അടുത്തത് 15. 15ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരുന്നത്, 27 - 15 എത്രയാണ്, 12 വരത്തില്ലേ? ഇനി അടുത്ത 14ന്റെ ഓപ്പോസിറ്റ് എത്ര വരും, 13 വരത്തില്ലേ? അതേപോലെ തന്നെ 20ന്റെ ഓപ്പോസിറ്റ് എത്ര വരുന്നേ, 7 വരത്തില്ലേ? അതേപോലെ 15ന്റെ ഓപ്പോസിറ്റ് എന്ത്, അല്ല 25ന്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്, അയ്യോ വൈ അല്ല കേട്ടോ, എനിക്ക് മാറിപ്പോയതാ, വൈ അല്ല എച്ച് ആണ്. എച്ച് ആകുമ്പോൾ 8 അല്ലേ വരുന്നത്, 8ന്റെ ഓപ്പോസിറ്റ് എത്ര വരുന്നത്, 27 - 8 എത്ര വരും, 19 വരത്തില്ലേ, 19. മനസ്സിലായോ? അപ്പം നമുക്ക് കിട്ടിയത് നോക്കിയേ, 14 ഇവിടെ ഉണ്ട്, 12 ഇവിടെ ഉണ്ട്, 13 ഇവിടെ ഉണ്ട്, 7 ഇവിടെ ഉണ്ട്, 19 ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെയാണോ ഇവിടെയെന്നും കൂടെ ഒന്ന് നോക്കിയേ. വൈരെ ആണെങ്കിൽ വൈ എത്ര, 25. 25ന്റെ ഓപ്പോസിറ്റ് 2 ഉണ്ടല്ലോ. ഇനി ഇ എന്ന് പറഞ്ഞാൽ 5ാമതാണ്. 5ന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 27 - 5 22 വന്നില്ലേ? ഇനി ഈയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ഈയുടെ ഓപ്പോസിറ്റ് ഇ എന്ന് പറഞ്ഞാൽ 5 ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് 22 ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, ഡബ്ല്യൂയുടെ നമ്പർ എത്ര, പ്ലേസ് വാല്യൂ എത്രയാണ് ഡബ്ല്യൂരെ. ഡബ്ല്യു എന്ന് പറയുന്നത് എലമെന്റ് PQRST UVW, ടി കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പോൾ ടി കഴിഞ്ഞിട്ട് UVW ആണ്. അപ്പോൾ 23ാമതാണ് ഡബ്ല്യു വരുന്നത്. അപ്പോൾ എല്ലാം അങ്ങ് പഠിച്ച് പോകണമെന്നില്ല, അത്യാവശ്യം ഇതേപോലത്തെ ട്രിക്ക് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിലരിന്ന് കാണാതെയൊക്കെ പഠിക്കും 23 അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ഈ ഒരു പാറ്റേൺ പഠിച്ചിട്ട് നമ്മളെന്താ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഓപ്പോസിറ്റ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടി, 23 23 ആവുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും വരുന്നത്, 4 അല്ലേ വരുന്നത്. അപ്പോൾ 4 വെച്ച് തുടക്കുന്നതായിരിക്കും നമ്മുടെ ആൻസർ. ഇതും വരത്തില്ല, ഇത് രണ്ടും അല്ലേ വരുന്നത്. ഇനി ഈ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈരെ ആവുമ്പോൾ 5 അല്ലേ, 5 ആവുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എത്ര വരുന്നത്, 22 വരും. ഇവിടെ 22 ആണ്, ഇവിടെ 22 ആണ്. ഇനി അടുത്തതും ഈ തന്നെയല്ലേ വരുന്നത്. ഈ വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വീണ്ടും എന്ത് തന്നെയാണ് വരുന്നത്, 22. ഇവിടെയും വന്നു 22. ഓക്കെ, ഇവിടെയും വന്നു 22. അപ്പോൾ ഇനി അടുത്തത് എന്താണ്, കെ ആണ്. കെ ആവുമ്പോൾ കെ എവിടെയാണ് വരുന്നത്, അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ ജെ കഴിഞ്ഞിട്ടാണ് കെ വരുന്നത്. ജെ കഴിഞ്ഞിട്ട് കെ വരുമ്പോൾ അതിനർത്ഥം കെ എന്ന് പറഞ്ഞാൽ എത്രാമതാണ്, 11ാമത്തെയാണ്. കെ 11ാമത്തെ ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എത്ര മക്കളെ വരുന്നേ, 16 അല്ലേ വരുന്നത്. അപ്പോൾ ആൻസർ എന്താണ്, ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും പാറ്റേൺസ് ഒക്കെ മനസ്സിലായോ? അപ്പോൾ എന്താണ്, ആദ്യമേ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് EJOTY. എന്നിട്ട് നമ്മുടെ 5ന്റെ ടേബിൾസ് ഇങ്ങോട്ട് എഴുതിയാൽ മതി. 5,
10, 15, 20, 25. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 27 മൈനസ് ആ നമ്പർ കണ്ടുപിടിക്കുക. 27 മൈനസ് ആ നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് സ്റ്റേഷൻ ഈസ് റിട്ടൺ ആസ് UVY. അപ്പോൾ അത് നിങ്ങൾ വായിച്ചിരുന്നാൽ മതി. ആൻഡ് ട്രയംഫിൻ്റെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹോളിഡേ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ എസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ എസ് ആണ്. അപ്പോൾ എസ് ആവുമ്പോൾ നിങ്ങളൊന്ന് നോക്ക്. എസ് ആകുമ്പോൾ വേറെ എവിടെയെങ്കിലും പാറ്റേൺസ് വരുന്നുണ്ടോ, തിരിച്ചിട്ടിട്ടുണ്ടോ, മറിച്ചിട്ടിട്ടുണ്ടോ? ഇങ്ങനെ തന്നെ ആദ്യത്തെ ലെറ്റർ തന്നെ ഇവിടെ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചില കേസിൽ ആദ്യത്തെ ലെറ്റർ ചിലപ്പോൾ സ്റ്റേഷൻ എന്നിങ്ങനെ എഴുതിയേക്കും. ചിലപ്പോൾ റിലേഷൻ വരുന്നത് ഈ എസും അവസാനം ആൻസറിൽ അവസാനം വരുന്ന വേർഡും ആയിരിക്കും ചിലപ്പോൾ റിലേഷൻ വരുന്നത്. അല്ലെങ്കിൽ ഈ എസും ഈ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ റിലേഷൻ വരുന്നത്. പല പല പാറ്റേൺസിൽ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ അതൊക്കെ മനസ്സിലാവുമല്ലോ എന്തൊക്കെ പാറ്റേൺസ് ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്തായിരിക്കും വരുന്നത്, നടുക്കത്ത് അതേപോലെ നിൽക്കും. അതേപോലെ തന്നെ ചില കേസിൽ രണ്ട് നമ്പേഴ്സ് വിധം സ്പ്ലിറ്റ് ചെയ്ത്. ഇപ്പോൾ ഇവിടെ മൂന്ന് ആൽഫബറ്റ്സ് ഉണ്ട്. ഇവിടെ ഞാനൊരു എക്സാമ്പിളാണ്. ABC ഇവിടെ വരും, DEF ഇവിടെ വന്നെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ ആൻസർ വരും, ഇവർ തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ ആൻസർ വരും. ഇതൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ അല്ലാതെ പിന്നെ വരുന്ന എന്താ, സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പാറ്റേൺ ഉണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആൽഫബറ്റ്സ് വരുന്ന പാറ്റേൺ ഉണ്ട്. ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. അതെല്ലാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടി കാണുമല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് നോക്കിക്കേ. എന്താണ് സ്റ്റേഷനെയാണ് UVYVGMP എന്ന് പറയുന്നത്. സ്റ്റേഷൻ ആകുമ്പോൾ നമ്മൾ PQ RSTU അല്ലേ? അപ്പോൾ +2 അല്ലേ വരുന്നത് ഇവിടെ, +2. അപ്പോൾ ഇവിടെയും അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കേ. +2 തന്നെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്താണ്, +2 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫസ്റ്റ് പാറ്റേൺ എന്താണ്, +2 ആണ് വരുന്നത്. അപ്പോൾ +2 ആകുമ്പോൾ H നോക്കിക്കേ. H +2 എന്താണ്, എന്ത് വരും, J വരും. J എല്ലാ സ്ഥലത്തും J ആണ് വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ J എല്ലാ സ്ഥലത്തും വരുമ്പോൾ എന്താണ് വരുന്നത്, നമുക്ക് പ്രത്യേകിച്ച് ഒരെണ്ണമായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സെയിം ആയിട്ട് വരുന്ന എവിടേക്കാണെന്ന് നോക്കുക. MNG, ഇവിടെ MNG ആണ് വരുന്നത്, ഇവിടെ MNG ആണ് വരുന്നത്, ഇവിടെ MNG ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്ററും ഈ 3 ലെറ്ററിനെ ഇനി കണ്ടുപിടിച്ചില്ലെങ്കിലും വേണ്ടില്ല. കാരണം എന്താ, എല്ലാത്തിലും MNG വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ട എവിടം തൊട്ടാണ്, ORG അവസാനത്തെ 3 ലെറ്ററിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അവസാനത്തെ 3 ലെറ്റർ എന്ന് പറയുമ്പോൾ ഏതാ, MPHൻ്റെയാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. കാരണം ബാക്കി എല്ലാത്തിലും ആദ്യത്തെ വേർഡ്സുകൾ സെയിം ആണ്. അപ്പോൾ ലാസ്റ്റ് 3 ലെറ്ററിൻ്റെയും കൂടെ ഏത് കോഡാണെന്ന് കണ്ടുപിടിക്കണം. ഏത് കോഡാണെന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ നോക്കിക്കേ. I അല്ലേ അവസാനത്തെ 3 ലെറ്ററിൽ ഒരാൾ. Iൻ്റെ എന്താണ് വന്നിരിക്കുന്നത്, G ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ G എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് പറഞ്ഞാൽ ഇവിടെ റിവേഴ്സ് പിറകോട്ടാണ് എടുത്തേക്കുന്നത്, പിറകോട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ I എന്ന് പറയുന്ന ഒരു വവ്വലാണ്. വവ്വൽ വരുമ്പോൾ പിറകോട്ട് എടുത്തേക്കുന്നത്. കോൺസണൻസ് വരുമ്പോൾ എന്താണ്, കൺസണൻസ് വരുമ്പോൾ ഫ്രണ്ടിലോട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ വവ്വൽ വരുമ്പോൾ പിറകോട്ടെന്ന് പറഞ്ഞാൽ എത്ര പിറകോട്ടാണ് എടുത്തേക്കുന്നത്, IGI ABCDEFGHI അല്ലേ? അപ്പോൾ എന്താണ്, -2. അപ്പോൾ ഇവിടെ എന്താ എടുത്തേക്കുന്നത്, -2 ആയിട്ടാണ് എടുത്തേക്കുന്നത്. -2 മനസ്സിലായോ? അപ്പോൾ -2 ആകുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഹോളിഡേ അല്ലേ, D എന്ന് പറയുന്നത്, ഇവിടെ D എന്ന് പറയുന്നത് കൺസണന്റ് തന്നെയാണ്. അപ്പോൾ +2 വെച്ച് തന്നെ ചെയ്താൽ മതി. +2 ചെയ്യുമ്പോൾ F അല്ലേ വരുന്നത്. അപ്പോൾ F വരുന്ന 2 എണ്ണമല്ല, ഇവിടെ F വരുന്നുണ്ട്, ഇവിടെ F വരുന്നുണ്ട്, ഇവിടെ F വരുന്നുണ്ട്. അപ്പോൾ 3 എണ്ണം വീണ്ടും വരുന്നുണ്ട്. ഈ രണ്ടാമത്തെ അങ്ങ് പോയി. ഇനി അടുത്തത് A അല്ലേ വരുന്നത്. A എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വവ്വൽ തന്നെയാണ്. വവ്വലാവുമ്പോൾ എങ്ങോട്ടുള്ളത് എടുക്കണം, പിറകോട്ടുള്ളത് എടുക്കണം. പിറകോട്ട് എത്ര, -2 എടുക്കുക. പിറകോട്ട് -2 എടുക്കുക എന്ന് പറയുമ്പോൾ എവിടെ ചെന്ന് നിൽക്കും, അത് Y ഉണ്ട്, X ഉണ്ട്, C ഉണ്ട്. ഏതാ എടുക്കേണ്ടേ, X ആണോ, Y ആണോ, C ആണോ? C എന്തായാലും വരത്തില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. X വരുമോ, Y വരുമോ?
പിറകോട്ട് രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഏറെ പിറകിൽ ഇസഡ് ഉണ്ട്. ഇസഡ് കഴിഞ്ഞിട്ട് ഉടനെ വന്ന് നിൽക്കുന്ന ആരിലാണ്? വൈ അല്ലേ. അപ്പം നമ്മുടെ ആൻസർ ഏതാ വരുന്നേ? ഇതല്ലേ വരുന്നത്. എക്സ് വെച്ചിട്ടുള്ളത് വരുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ JMNGFYA. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കിട്ടി കാണുമല്ലോ. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും നോക്കണ്ട, ക്വസ്റ്റ്യൻ നമ്പർ നോക്കണ്ട, ബാക്കി കണ്ടന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് സ്ലോലി ഈസ് റിട്ടൺ ആസ് ഈ വേർഡ് ആൻഡ് ഫ്രണ്ട് ഈസ് റിട്ടൺ ആസ് ഈ വേർഡ്, ഹൗ വിൽ ബോറിംഗ് ബി റിട്ടൺ? അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, എന്തെങ്കിലും പാറ്റേൺ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഈ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സ് ഇടയ്ക്കേറി വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, സ്ലോലി ഈസ് റിട്ടൺ ആസ്. അപ്പോൾ ഈ സ്ലോലി എന്ന് പറയുന്ന വാക്ക് ഇങ്ങനെയാണ് റിട്ടൺ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? എസിൻ്റെയും ടീയുടെയും റിലേഷൻ ഉണ്ട്. അതേപോലെ എഫ് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? ജി ആണ് വരുന്നത്. അപ്പോൾ ആ റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഫ്രണ്ടിലോട്ടുള്ള റിലേഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ST +1 അല്ലേ, ഇവിടെയും +1 ആണല്ലോ. അപ്പോൾ ബി കഴിഞ്ഞിട്ട് ഏതാ വരുന്നത്? സി അല്ലേ വരുന്നത്. എല്ലാ സ്ഥലത്തും സി തന്നെയാണ്. അപ്പോൾ ഇവിടെ CNS ആണ്, CPS ആണ്. അപ്പോൾ അടുത്ത വേർഡും കൂടെ നോക്കുക. അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ എന്താണെന്ന് നോക്കുക. എല്ല് കഴിഞ്ഞിട്ട് M ആണ്. ഓക്കെ, കൺസണന്റ് വരുമ്പോൾ എന്താ വരുന്നത്? എല്ല് കഴിഞ്ഞിട്ട് നമുക്ക് +1 ആണ് വരുന്നത്. ഇനി അടുത്ത O എന്ന് നോക്കിയേ. O കഴിഞ്ഞിട്ട് N ആണ്. അപ്പോൾ എന്താണ്? റിവേഴ്സിലല്ലേ. വവ്വൽസ് വരുമ്പോൾ റിവേഴ്സിലും പോകുന്നുണ്ട്. O കഴിഞ്ഞിട്ട് N എന്ന് വെച്ചാൽ ഓൻ്റെ പാറ്റേൺ N ആയിട്ടല്ലേ കൊടുത്തേക്കുന്നത്. അതിനർത്ഥം എന്താ? അത് പിറകോട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? -1 അല്ലേ നമുക്ക് വരുന്നേ, -1. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കൺസണന്റ് വരുമ്പോൾ +1ഉം വവ്വൽ വരുമ്പോൾ -1ഉം ആണ് നമ്മുടെ പാറ്റേൺ. അപ്പോൾ O ആണ്. O എന്ന് പറയുന്നത് എന്താണ്? വവ്വലാണ്. വവ്വലാവുമ്പോൾ പിറകോട്ടെടുക്കുക. പിറകോട്ടെടുക്കുമ്പോൾ ഏത് വരും? ഓയ്ക്ക് മുമ്പിൽ എന്താണ്? O. അപ്പോൾ N അല്ലേ വരുന്നത്. അപ്പോൾ N വരുമ്പോൾ ഓപ്ഷൻ 1 അല്ലെങ്കിൽ ഓപ്ഷൻ 4 അല്ലെങ്കിൽ ഓപ്ഷൻ 3 വരാം. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. ഇനി R അല്ലേ അടുത്ത വേർഡ്. R എന്ന് പറയുന്ന കൺസണന്റ് ആണ്, പ്ലസ് ആണ് വരുന്നത്. R കഴിഞ്ഞിട്ട് S അല്ലേ വരുന്നത്. R കഴിഞ്ഞിട്ട് S വരുമ്പോഴും ഈ 3 ഓപ്ഷൻസ് അതേപോലെ തന്നെ നിൽക്കുന്നു. S അല്ലേ, മൂന്ന് സ്ഥലത്തും S തന്നെയാണ് വരുന്നത്. ഇനി അടുത്തത് I ആണ്. I ഒരു വവ്വലാണ്. അതുകൊണ്ട് തന്നെ പിറകത്തെ ലെറ്റർ എടുക്കുക. പിറകെന്ന് പറയുമ്പോൾ ഏതാണ് വരിക? ഏത് വരും? H അല്ലേ വരുന്നത്. H ആവുമ്പോൾ ഇവിടെ നമുക്ക് J ആണ് കൊടുത്തേക്കുന്നത്. ഇതങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ വെച്ച് ഓക്കെ. ഇനി അടുത്ത വരുന്ന രണ്ട് സ്ഥലത്തും O തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഏതാണ് അതിൻ്റെ പ്രത്യേകിച്ച് കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഓപ്ഷനിൽ രണ്ടെണ്ണത്തിലും ലാസ്റ്റ് എന്ന് രണ്ടാമത് O ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട, അതിൻ്റെ സമയം കളയണ്ട. ഇനി അടുത്ത G ആണ്. G എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺസണന്റ് ആണ്. G കൺസണന്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം? +1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ G കൺസണന്റ് +1 എന്ന് പറയുമ്പോൾ എന്ത് വരും? എന്താണ്? H അല്ലേ വരുന്നത്. ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. G കഴിഞ്ഞിട്ട് H അല്ലേ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ടോപ്പിക്സ് മനസ്സിലായോ? ഏകദേശം ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസും കൂടെ ഒന്ന് നന്നായിട്ട്, അഥവാ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല അതാണ് അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇതെല്ലാം കവർ ചെയ്ത് തന്നെ പോവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നമ്മളെ ടോപ്പിക് എന്തായിരുന്നു? ബ്ലഡ് റിലേഷൻ അല്ലേ. അപ്പോൾ ബ്ലഡ് റിലേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിലാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. A+B എന്ന് പറഞ്ഞാൽ B is the father. ഇത് ആവശ്യമില്ലാതെ ഇതെല്ലാം വായിക്കണമെന്നില്ല. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇത് ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതിൽ ഞാൻ മെയിലിന് ബോക്സ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് അല്ലാതെ ഫീമെയിലിന് സർക്കിളാണ്. നിങ്ങൾ ഓർത്ത് വെച്ചെന്നാൽ മതി. മെയിൽ വരുമ്പോൾ ബോക്സ്, ഫീമെയിൽ വരുമ്പോൾ സർക്കിളായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സാറ് വേറെ രീതിയിലായിരിക്കും പറഞ്ഞു തന്നിട്ടുള്ളത്. ആകെ ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാമല്ലോ. ഇവിടെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, A at B എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? B is the brother of A. അപ്പോൾ B is the brother of സ്ക്വയർ ആണ്.
അപ്പോൾ ഇത് മെയിലാണ്, ഇത് ഫീമെയിലാണ്. അപ്പോൾ ആദ്യമേ ബി ഈസ് ദ ബ്രദർ ഓഫ് എ. അപ്പോൾ ബി ആണ് ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നത്. ബി ഈസ് ദ ബ്രദർ ഓഫ് എ, ഇങ്ങനെയാണല്ലോ റിലേഷൻ വരുന്നത്. ഇനി അടുത്തത് ബി ഹാഷ് സി. ബി ഹാഷിൻ്റെ അർത്ഥം എന്താണ്? ബി ഈസ് ദ സിസ്റ്റർ ഓഫ് എ. ഇവിടെ ബി ഹാഷ് സി എന്നാണ് കൊടുത്തേക്കുന്നത് ബി ഫ്രണ്ടിൽ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്ര ഒരു ഏരിയ മാത്രമാണ്. ബി ഹാഷ് സി എന്ന് പറഞ്ഞാൽ ബി ഫ്രണ്ടിലാണ് കിടക്കുന്നത്, സി രണ്ടാമതാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ ഇവിടെ തന്നേക്കുന്നത് എന്താണ്? ഇവിടെ എ ഹാഷ് ബി ആണ്. രണ്ടാമത് കിടക്കുന്ന ആൾ ഈസ് ദ സിസ്റ്റർ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് തന്നെയാണ് വരുന്നത്? രണ്ടാമത് കിടക്കുന്ന ആളാണ് സിസ്റ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ സി അല്ലേ സിസ്റ്റർ ആയിട്ട് വരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ രണ്ടാമത് ആരാണ്? സി ആണ്. ഇവിടെ രണ്ടാമത് ആരായിരുന്നു? ബി ആയിരുന്നു. അപ്പോൾ ബി ഈസ് ദ സിസ്റ്റർ ഓഫ് എ ആണ്. ഇവിടെ ആകുമ്പോൾ സി ഈസ് ദ സിസ്റ്റർ ഓഫ് ബി എന്ന് വരും. ഇങ്ങനെയല്ലേ വരുന്നത്? ഇനി അടുത്ത് എന്താണ്? സി പ്ലസ് ബി. സി പ്ലസ് ബി മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. സി പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? സി പ്ലസ് ബി അല്ല, സി പ്ലസ് ഡി. സി പ്ലസ് ഡി പ്ലസ്സിൽ എന്താണ്? സി പ്ലസ് ബി, എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ബി ഈസ് ദ ഫാദർ ഓഫ് എ എന്ന് പറഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന ആള് ആദ്യത്തെ ആളുടെ ഫാദറാണ്. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ടാമത് നിൽക്കുന്ന ആള് ഡി ആണ്, ആദ്യത്തെ ആളുടെ ഫാദറാണ്. അപ്പോൾ ഇവിടെയല്ലേ ഡി വരുന്നത്. അപ്പോൾ ഫാദർ ആകുമ്പോൾ മെയിൽ ആയതുകൊണ്ട് ഞാൻ ബോക്സ് ഇട്ട് റെപ്രസെന്റ് ചെയ്യുവാണ്. ഇനി അടുത്ത് എന്താണ്? പ്ലസ് കഴിഞ്ഞ് ഇനി രണ്ടാമത് ഒരു പ്ലസ് വരുന്നുണ്ട്, ഡി പ്ലസ് ഇ. ഡി പ്ലസ് ഇ എന്ന് പറയുമ്പോൾ രണ്ടാമത് കിടക്കുന്ന ആള് ആദ്യത്തെ ആളുടെ ഫാദറാണ്. അപ്പോൾ മേളിൽ എന്ത് വരും? ഈ മേളിലോട്ടല്ലേ വരുന്നത്? ഇങ്ങനെയല്ലേ റിലേഷൻ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഈസ് ഇ റിലേറ്റഡ് ടു എ? ഇ എന്ന് പറയുന്ന ഏരിയ ആരാണ്? ദാണ്ടേ എത്ര ഇങ്ങനെയല്ലേ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് വരും? ഫാദേഴ്സ് ഫാദർ എന്നല്ലേ വരുന്നത്. ഫാദറിന്റെ ഏരെ ഫാദറാണ് ഡി, ആ ഡീരെ ഫാദറാണ് ഇ. അപ്പൊ എന്ത് വരും? ഫാദേഴ്സ് ഫാദറാണ് ആൻസർ വരിക. ഇത് മനസ്സിലായല്ലോ? ഇതിൽ ആകെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും ആദ്യം ഈ ഇത്രയും ഭാഗം നിങ്ങൾ വായിക്കാനേ പോകണ്ട. ആദ്യമേ ഈ ക്വസ്റ്റ്യനിലോട്ട് വരിക, അവിടെ എന്താണ് തന്നേക്കുന്നത് അത് ഇവിടെ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് എഴുതാൻ നോക്കിയാൽ മതി. എ അറ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത് കിടക്കുന്ന ഈസ് ദ ബ്രദർ ഓഫ് എ. അപ്പോൾ ബി ഈസ് ദ ബ്രദർ. ബിക്കാണ് ജെൻഡർ തന്നിട്ടുള്ളത് ബ്രദർ എന്ന്. അത് എക്ക് ജെൻഡർ നമ്മൾ തന്നിട്ടില്ല. ഇനി അടുത്തത് എന്താണ്? ബി ഹാഷ് സി. ബി ഹാഷ് സി എന്ന് പറഞ്ഞാൽ ബി ഈസ് ദ സിസ്റ്റർ ഓഫ് എ. രണ്ടാമത് കിടക്കുന്ന ആള് സിസ്റ്റർ ഓഫ് എ ആണ്. അപ്പോൾ സി ഈസ് ദ സിസ്റ്റർ ഓഫ് ബി. അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്? സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എന്ന് പറയുന്നത് രണ്ടാമത് ഇവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത് കിടക്കുന്ന ആൾ ഫസ്റ്റ് കിടക്കുന്ന ആളുടെ ഫാദറാണ്. അതേപോലെ നമ്മൾ വരച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഈ സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തേം വരുന്നത്. അപ്പോൾ നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കണം. അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതെങ്ങനെ ചെയ്യുന്നേ? ആദ്യമേ എന്ത് ചെയ്യണം? നമ്മൾ ഇത്രയും ഭാഗം വായിക്കണ്ട, ഇതങ്ങ് തുടങ്ങുക. എന്തായിരുന്നു ബോക്സ്? ഞാനിപ്പോൾ നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി എഴുതിയേക്കുവാണ്. ബോക്സ് എന്ന് പറയുന്നത് മെയിലാണ്, സർക്കിള് ഫീമെയിൽ ആണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾ പ്ലസ് ഒക്കെ ഇട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. അപ്പോൾ എ പ്ലസ് ബി പെർസെൻറ്റേജ് സി ഈക്വൽ ടു ഡി ഹാഷ് എഫ്. അപ്പോൾ എ പ്ലസ് ബി ആണ് ആദ്യം നോക്കേണ്ടത്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ പ്ലസ് റിലേഷൻ എവിടെ നോക്കിയേ? പ്ലസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ പി ഈസ് ദ ഡോട്ടർ ഓഫ് ക്യൂ. ആദ്യം കിടക്കുന്ന ആളാണ് ഡോട്ടർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ എ അല്ലേ ഡോട്ടർ ആയിട്ട് വരേണ്ടേ? ആരുടെ ഡോട്ടറാണ്? ബിയുടെ ഡോട്ടറാണ്. അത് കറക്റ്റ് ആയല്ലോ. ഇനി അടുത്തത് ബി പെർസെൻറ്റേജ് സി. ബി പെർസെൻറ്റേജ് സി എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് റിലേഷൻ എന്താണ്? പി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ. ആദ്യം കിടക്കുന്ന ആളെന്ന് പറഞ്ഞാൽ രണ്ടാമത് കിടക്കുന്ന ആളുടെ ബ്രദറാണ്. അപ്പോൾ എന്താണ്? ബി ഈസ് ദ ബ്രദർ ഓഫ് സി എന്ന് വരും. അപ്പോൾ ബി ഈസ് ദ ബ്രദർ ഓഫ് ബ്രദർ റിലേഷൻ ആകുമ്പോൾ ഈ ഒരു സെയിം റോയിൽ തന്നെ വരണം, സി ഇവിടെ വരും. ഇങ്ങനെയല്ലേ വരുന്നേ? ഇനി അടുത്ത എന്താണ്? സി ഈക്വൽ ടു ഡി. അപ്പോൾ സി ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു സൈൻ എന്തുകൊണ്ടാ? പി ഈസ് ദ സൺ ഓഫ് ക്യൂ. പി ഈസ് ദ സൺ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കിടക്കുന്ന ആള് ക്യൂവിൻ്റെ ഫസ്റ്റ് കിടക്കുന്ന ആള് സെക്കൻഡ് കിടക്കുന്ന ആളുടെ സൺ ആണ്. അപ്പോൾ ഫസ്റ്റ് കിടക്കുന്ന ആള് സി അല്ലേ? അപ്പോൾ സി ഈസ് ദ സൺ ഓഫ് ഡി എന്ന് വരും. അപ്പോൾ സി ഈസ് ദ സൺ ഓഫ് എന്താണ്? ഡി എന്ന് വരും. ഡി മുകളിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഡിയും ഹാഷും തമ്മിലുള്ള ഡി ഹാഷ് എഫ്. ഡി ഹാഷ് എഫ് എന്ന് പറയുമ്പോൾ എന്താ വരിക?
ഡി ഈസ് ദ വൈഫ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ആദ്യം കിടക്കുന്ന ആള് രണ്ടാമത് കിടക്കുന്ന ആളുടെ വൈഫാണ്. അപ്പോൾ ഡി ഈസ് ദ വൈഫ് ഓഫ് എഫ്. അപ്പോൾ ഡി വൈഫാണ്, അതുകൊണ്ട് അത് ഫീമെയിൽ വന്ന് ഇവിടെ എഫ് വന്നു. ഇങ്ങനെയല്ലേ വരുന്നത്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, എഫ്, ഇത് ഡി, ഇതാണ് ഇവർ തമ്മിലുള്ളത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നോക്കിക്കേ, ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹൗ ഈസ് എഫ് റിലേറ്റഡ് ടു എ? എഫും എയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ എങ്ങനെ വരും? ഹൗ ഈസ് എഫ് റിലേറ്റഡ് ടു എ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരാനുള്ള സാധ്യത? ഫാദേഴ്സ് ഫാദർ. എഫ് റിലേറ്റഡ് ടു എ എന്ന് പറഞ്ഞാൽ എഫ് എയുടെ ആരാണ് വരുന്നത്? ആര് വരും? ഇത് ഫീമെയിൽ ആകുമ്പോൾ ഇതെന്താ വരുന്നത്? ഇത് മെയിൽ അല്ലേ വരുന്നത്. അപ്പോൾ ഇവര് വൈഫ് ആകുമ്പോൾ ഇതെന്താ? ഹസ്ബൻഡാണ്. അപ്പോൾ എന്താണ് വരുന്നത്? ആരാണ് വരുന്നത്? ഗ്രാൻഡ് ഫാദർ അല്ലേ? ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷൻ എന്താ തന്നിരിക്കുന്നത്? ഫാദേഴ്സ് ഫാദർ ആണ്. അപ്പോൾ ആൻസർ എന്താ? ഫാദേഴ്സ് ഫാദർ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഇവിടെ എഫിന് ആദ്യമേ ജെൻഡർ ഇല്ലായിരുന്നു, പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഡി എഫിൻ്റെ വൈഫാണെന്ന് തന്നിട്ടുണ്ട്. ഡി വൈഫ് ആവണമെങ്കിൽ എഫ് എന്ന് പറയുന്ന ആൾ എന്തായിരിക്കണം? മെയിലായിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വരും? പിന്നെ റിലേഷൻ നോക്കുമ്പോൾ ഏറെ ഗ്രാൻഡ് ഫാദർ ആണ് എഫ് വരുന്നത്. അപ്പോൾ എന്താണ്? ഫാദേഴ്സ് ഫാദർ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായി കാണുമല്ലോ. ഇതിലുള്ളതെല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തങ്ങ് വരച്ച് നോക്കിയാൽ മതി. ഓക്കെ, അടുത്തത് നോക്കാം. ഇനി അടുത്തത് എ ആൻഡ് ബി. എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ ഏതാണ്? ഇതാണ് മെയില്, ഇത് ഫീമെയിൽ ആണ്, ഓർക്കണേ. എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ ബി ഈസ് ദ വൈഫ് ഓഫ് എ. രണ്ടാമത് കിടക്കുന്ന ആളാണ് ആദ്യം കിടക്കുന്ന ആളുടെ വൈഫ്. അപ്പോൾ ബി ഈസ് ദ വൈഫ് ഓഫ് എ എന്നിങ്ങനെ ഇത് കൂടെ. ബി വൈഫ് ആണെങ്കിൽ എ ഹസ്ബൻഡ് ആയിരിക്കുമല്ലോ, വേറൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത ബി പെർസെൻറ്റേജ് സി. ബി പെർസെൻറ്റേജ് സി എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എ പെർസെൻറ്റേജ് ബി എന്ന് പറഞ്ഞാൽ ബി ഈസ് ദ ഡോട്ടർ ഓഫ് എ എന്ന് പറഞ്ഞാൽ രണ്ടാമത് കിടക്കുന്ന ആൾ ആദ്യത്തെ ആളുടെ ഡോട്ടറാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ബി പെർസെൻറ്റേജ് സി അല്ലേ? രണ്ടാമത് കിടക്കുന്ന സി ആണ് ബി. അപ്പോൾ സി ബിയുടെ ഡോട്ടറാണ്. അപ്പോൾ സി താഴോട്ട് വരും, ഡോട്ടർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു വട്ടമാണ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ടു. ഇനി അടുത്ത് എന്താണ്? സി പ്ലസ് ഡി. സി പ്ലസ് ഡി എന്ന് പറയുമ്പോൾ ഏതാ വരുന്നേ? സി പ്ലസ് ഡി. സി പ്ലസ് ഡി എന്ന് പറയുമ്പോൾ പ്ലസ് റിലേഷൻ അല്ലേ? അപ്പോൾ ബി ഈസ് ദ ബ്രദർ ഓഫ് എ എന്ന് പറഞ്ഞാൽ രണ്ടാമത് കിടക്കുന്ന ആളാണ് ആദ്യം കിടക്കുന്ന ആളുടെ ബ്രദർ. അപ്പോൾ സി പ്ലസ് ഡി ആകുമ്പോൾ ഡി ഈസ് ദ ബ്രദർ ഓഫ് സി. ഡി ഈസ് ദ ബ്രദർ ഓഫ് സി എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഡിയും കൂടെ വരും. ഓക്കെ, ഇനി അടുത്തത് ഡി മൈനസ് ഇ. ഡി മൈനസ് ഇ അല്ലേ? ഡി മൈനസ് ഇ ആകുമ്പോൾ മൈനസിന് നോക്കിക്കേ, രണ്ടാമത് കിടക്കുന്ന ആൾ ഈസ് ദ സിസ്റ്റർ ഓഫ് ആദ്യത്തെ ആൾ. അപ്പോൾ രണ്ടാമത് കിടക്കുന്ന ആൾ ഇ അല്ലേ? ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി. ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി എന്ന് പറയുമ്പോൾ ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി, ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ദെൻ ഹൗ ഈസ് ഇ റിലേറ്റഡ് ടു എ? ഇയും എയും തമ്മിലുള്ള റിലേഷനാണ്. എന്താണ് റിലേഷൻ എന്ന് പറയുന്നത്? ഈ എയുടെ ആരാണ്? ഡോട്ടർ അല്ലേ? ഇത് ഈ എ ആണ് ഫാദർ, സിയും ഡിയും ഇയും ആണ് മക്കളല്ലേ? അപ്പോൾ ഈ ആരാണ്? ഡോട്ടർ അല്ലേ? ഫീമെയിൽ അല്ലേ അവര്? അപ്പോൾ ഡോട്ടർ എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായോ? ഇത് സാധാരണ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ അതേപോലെ നമ്മളങ്ങ് ചെയ്തു പോയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഇത് ഇച്ചിരി വലുതാണ് അല്ലേ? ആദ്യമേ ഇസഡ് ആൻഡ് പി. ഇസഡ് ആൻഡ് പി എന്ന് പറയുമ്പോൾ ആൻഡ് എന്താണ്? ഇസഡ് ഈസ് ദ ബ്രദർ ഓഫ് പി എന്ന് വരും. ഇസഡ് ഈസ് ദ ബ്രദർ ഓഫ് പി എന്ന് വരും. ഇനി അടുത്തത് പി പ്ലസ് എൻ. പി പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് വരുമ്പോൾ എ ഈസ് ദ ഫാദർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കിടക്കുന്ന ആൾ സെക്കൻഡ് കിടക്കുന്ന ആളുടെ ഫാദറാണ്. അപ്പോൾ പി പ്ലസ് എൻ ആവുമ്പോഴോ പി ഈസ് ദ ഫാദർ ഓഫ് എൻ. അപ്പോൾ പി ആണ് ഫാദർ, എന്നിൻ്റെ ഫാദറാണ് പി എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? അടുത്ത ഏത് വരും? എൻ, ഈ ഒരു സിമ്പൽ ക്യൂ, എൻ റൈസ് ടു ക്യൂ എന്ന് വരും. അപ്പോൾ എന്നും ക്യൂവും കൂടെ ആകുമ്പോൾ ഈ ഒരു സിമ്പൽ വരുന്നത് എപ്പോഴാ? എ ഈസ് ദ മദർ ഓഫ് ബി. ഫസ്റ്റ് കിടക്കുന്ന ആള് സെക്കൻഡ് കിടക്കുന്ന ആളുടെ മദറാണ്. അപ്പോൾ എൻ ഈസ് ദ മദർ ഓഫ് എന്തെന്ന് വരും?
ക്യൂ എന്ന് വരും. എൻ ഈസ് ദ മദർ ഓഫ് ക്യൂ എന്ന് വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എൻ ഈസ് ദ മദർ ഓഫ് ക്യൂ എന്ന് വരും. ഇനി അടുത്ത് എന്താ വരുന്നത്? അത് കഴിഞ്ഞ് ക്യൂ ഹാഷ് എസ്. ക്യൂ ഹാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഷ് വരുന്നത് ഫസ്റ്റ് കിടക്കുന്ന ആൾ ഈസ് ദ വൈഫ് ഓഫ് സെക്കൻഡ് കിടക്കുന്ന ആൾ. അപ്പോൾ ക്യൂ ഈസ് ദ വൈഫ് ഓഫ് എസ്. ക്യൂ ഈസ് ദ വൈഫ് ഓഫ്, അപ്പോൾ അവർ ഫീമെയിൽ ആണ്, എസിൻ്റെ വൈഫാണ്, എസ് ആണ് അത്, എസ് എസ്. ഓക്കെ. ഇനി അടുത്തത് എസ് ആൻഡ് വി. എസ് ആൻഡ് വി എന്ന് പറഞ്ഞാൽ ആൻഡ് എന്താ? ആദ്യം കിടക്കുന്ന ആൾ ഈസ് ദ ബ്രദർ ഓഫ് സെക്കൻഡ് ആള്. ആദ്യം കിടക്കുന്ന ആൾ എന്താണ്? എസ് ആൻഡ് വി അല്ലേ? അപ്പോൾ എസ് ഈസ് ദ ബ്രദർ ഓഫ് വി. ഇനി അടുത്തത് വി പ്ലസ് ഇ. വി പ്ലസ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഈസ് ദ ഫാദർ. ആദ്യം കിടക്കുന്ന ആള് ഈസ് ദ ഫാദർ ഓഫ് രണ്ടാമത് കിടക്കുന്ന ആള്. അപ്പോൾ വി ഈസ് ദ ഫാദർ ഓഫ് ഇ എന്ന് ഇങ്ങോട്ട് വരും. ഇനി അടുത്ത എന്താണ്? ഈ അറ്റ് എൽ. ഈ അറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യം കിടക്കുന്ന ആള് ഈസ് ദ സിസ്റ്റർ ഓഫ് രണ്ടാമത് കിടക്കുന്ന ആള്. അപ്പോൾ ഈ ഈസ് ദ സിസ്റ്റർ ഓഫ് എൽ എന്ന് വരും. ഈ ഈസ് ദ സിസ്റ്റർ ഓഫ് എൽ. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. നോക്കിക്കേ, ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. ഏതൊക്കെയാണ് കറക്റ്റ് അല്ലാത്തതെന്ന് പറയാം. എൻ ഈസ് ദ മദർ ഇൻ ലോ ഓഫ് എസ്. എൻ ഈസ് ദ മദർ ഇൻ ലോ ഓഫ് എസ് എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? എൻ മദർ ഇൻ ലോ ആണോ? എസിന്റെ അമ്മയല്ലേ എൻ? അപ്പം അത് വരത്തില്ല. നോട്ട് കറക്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ക്യൂ ഈസ് ദ മദർ ഓഫ് ഇ. ക്യൂ ഈസ് ദ മദർ ഓഫ് ഇ. കറക്റ്റ് ആണല്ലോ. ക്യൂ ഈസ് ദ മദർ ഓഫ് ഇ തെറ്റാണല്ലോ. വി ഈസ് ദ ഫാദർ ഓഫ് എൽ. വി ഈസ് ദ ഫാദർ ഓഫ് എൽ, അത് കറക്റ്റാണ്. വി ഈസ് ദ ഫാദർ ഓഫ് എൽ കറക്റ്റാണ്. പി ഈസ് ദ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് ക്യൂ. പി ഈസ് ദ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് ക്യൂ, ഇതും കറക്റ്റാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും എന്തോ തെറ്റ് വന്നു നോക്കാം. പി ഈസ് ദ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ അമ്മ വഴിയുള്ള ബന്ധം. അമ്മേരെ അച്ഛനെയാണ് മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ. ഇപ്പോൾ എൻ്റെ അമ്മേരെ അച്ഛനെയാണ് എൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. എൻ ഈസ് ദ മദർ ഇൻ ലോ ഓഫ് എസ്. എൻ എന്ന് പറഞ്ഞാൽ എസിൻ്റെ കറക്റ്റാണ്. എൻ എന്ന് പറയുന്നത് എസിൻ്റെ മദർ ഇൻ ലോ തന്നെയാണ്. ഇനി അടുത്ത ക്യൂ ഈസ് ദ മദർ ഓഫ് ഇ. ക്യൂ എന്ന് പറയുന്നത് ഈരെ മദർ ആണോ? ക്യൂ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ക്യൂവിൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറാണ് വി. ആ വീരെ മോളാണ് ഇ. അപ്പോഴും ക്യൂവും ഇയും തമ്മിൽ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ആണ്ട് റിലേഷനേ വരത്തുള്ളൂ. ഇവരെന്താണ്? ഈ ചോദ്യം എന്താണ്? ക്യൂ ഇസ് ദ മദർ ഓഫ് ഇ. ക്യൂ ഒരിക്കലും ഈരെ മദർ അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നത് എന്താണ്? വിച്ച് ഓഫ് ദി നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. നോട്ട് കറക്റ്റ് അല്ലാത്ത എന്ന് വെച്ചാൽ കറക്റ്റ് അല്ലാത്ത ഇത് മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും പാടായിട്ട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയും വലുതായിട്ട് ചോദിച്ചത് കൊണ്ടാണ് ഒരു ഷിഫ്റ്റ് ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നമ്മൾ സിലോഗിസം ആണ് നോക്കുന്നത്. സിലോഗിസം. അപ്പോൾ സിലോഗിസം നോക്കിക്കേ, കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓൾ ബാഗ്സ് ആർ റബ്ബർ. അപ്പോൾ ബാഗ് എവിടെ വരും? ബി അകത്ത് വന്നു, റബ്ബർ പുറത്ത് വന്നു. ഓക്കെ. ഇനി അടുത്തത് സം റബ്ബർ ആർ ചെയർ. അപ്പോൾ റബ്ബർ എന്താണ്? കുറച്ച് റബ്ബർ ചെയർ ആണ്. ഓക്കെ. ഇനി അടുത്ത ഓൾ ചെയേഴ്സ് ആർ ടേബിൾ. അപ്പോൾ എല്ലാ ചെയേഴ്സും ടേബിൾ ആണ്. അപ്പോൾ ടേബിൾ ഇങ്ങനെ വരും, ടേബിളെ. അപ്പോൾ കറക്റ്റ് അല്ലേ? നോക്കിക്കേ, ഓൾ ബാഗ്സ് ആർ റബ്ബർ, സം റബ്ബർ ആർ ചെയർ. അപ്പോൾ കുറച്ച് റബ്ബർ ചെയർ ആണ്, അത് ഓക്കെയാണ്. ഓൾ ചെയർ ആർ ടേബിൾ. അപ്പോൾ ചെയർ അകത്ത് വരും, ടേബിൾ പുറത്ത് വരും. ഇനി കൺക്ലൂഷൻസ് നോക്കാം. സം റബ്ബേഴ്സ് ആർ ടേബിൾ. അപ്പോൾ കുറച്ച് റബ്ബേഴ്സ് ടേബിൾ ആണോ എന്നാണ് ചോദ്യം. ആണല്ലോ, ആണ്. ഇനി അടുത്തത് ആണല്ലോ, ദാണ്ട് കുറച്ച് റബ്ബേഴ്സ് ടേബിൾ ആണല്ലോ, ഇവർ തമ്മിൽ റിലേഷൻ വരുന്നുണ്ടല്ലോ, ദാണ്ട് ഇവിടെയൊക്കെ റിലേഷൻ വരുന്നുണ്ട്. സം ചെയേഴ്സ് ആർ റബ്ബർ. അപ്പോൾ സം ചെയേഴ്സ് ആർ റബ്ബർ വരുന്നുണ്ടല്ലോ, അതും കറക്റ്റാണ്. ഇനി അടുത്ത സം ചെയേഴ്സ് ആർ ടേബിൾ. അപ്പോൾ കുറച്ച് ചെയേഴ്സ് ആണോ ടേബിള്? അല്ലല്ലോ, അപ്പോൾ അതെന്താണ്? തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? 1ഉം ഫോളോ ചെയ്യുന്നുണ്ട്, 2ഉം ഫോളോ ചെയ്യുന്നുണ്ട്. ബോത്ത് 1 and 2 ഫോളോസ്. ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സം ചെയേഴ്സ് ആർ ടേബിൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അതാണ്
അതുകൊണ്ടാണ് നമുക്ക് അത് ആൻസർ ആയിട്ട് വരാത്തത്. അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഓൾ ബോട്ടിൽസ് ആർ ബാഗ്സ്. അപ്പോൾ ബോട്ടിലാണ്, ബോട്ടിൽ ബി വന്നിട്ടേരെ, ബാഗും കൂടെ തിരിഞ്ഞു പോരുത്. ഓൾ ബോട്ടിൽസ് ആർ ബാഗ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? ബി എ വരും. സം ബാഗ്സ് ആർ പെൻസിൽ. കുറച്ച് ബാഗ് എന്താണ്? പെൻസിൽ എന്ന് വന്നു. ഇനി അടുത്ത് സം പെൻസിൽ ആർ ഷാർപ്നർ. പെൻസിൽ അങ്ങോട്ട് പിന്നെ എന്ന് വെച്ചാൽ ഷാർപ്പനർ പിന്നെ അങ്ങോട്ട് വരയ്ക്കേണ്ട കാര്യമില്ല, ഇങ്ങോട്ട് അങ്ങ് വരച്ചാൽ മതി ഷാർപ്പനർ. ഇനി അടുത്തത് സം ഷാർപ്നേഴ്സ് ആർ ബോട്ടിൽ. ഈ ഷാർപ്നറും ബോട്ടിലും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, അതുകൊണ്ട് തെറ്റ്. ഇനി അടുത്ത സം ബോട്ടിൽ ആർ പെൻസിൽ. സം ബോട്ടിൽ പെൻസിലാണോ? ഈ ബോട്ടിലും പെൻസിലും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല, അപ്പോൾ അതും തെറ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? നെയ്തർ വൺ ഓർ ടു ഫോളോസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. അടുത്ത എന്താണ്? ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്താണ്? പേപ്പർ കട്ടിംഗ് ആണ്. പേപ്പർ കട്ടിങ്ങിൽ നോക്കിക്കേ, ആദ്യമേ ഫോൾഡ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഫോൾഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നോക്കിക്കേ എങ്ങനെയാണ് വരുന്നത്? പേപ്പർ ഇസ് ഫോൾഡഡ് ആൻഡ് കട്ട് ആൻഡ് ഇതേപോലെയാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തെ ഫിഗർ ഏതായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നോക്ക്, ഇതിലേത് വരും ആൻസർ? ഏതൊക്കെ വരും? നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഇത് നമ്മളിപ്പോൾ നമ്മൾ സാധാരണ ഒരു പേപ്പർ ചുട്ടി വെച്ചിട്ട് എന്തായാലും വെട്ടുമ്പോൾ നമുക്കറിയാം എവിടെയൊക്കെ വരുമെന്ന്. നമ്മൾ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇതെല്ലാം വരുന്നത് എങ്ങനെയായിരിക്കും? ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് തുറക്കുമല്ലോ, അപ്പോൾ എന്തായാലും ഇവിടെ ഒരു സാധനം ഇതേപോലെ വരും, എന്നിട്ട് ഇവിടെ ഒരു വട്ടം വരുമല്ലോ. അതേപോലെ നമ്മൾ ഇങ്ങോട്ട് തുറക്കുമ്പോൾ ഇവിടെ ഒരു വട്ടം വരും, ഈ ഒരു സാധനം ഇങ്ങോട്ടും വരും. പിന്നെ ഇങ്ങോട്ട് തുറക്കുമ്പോൾ എന്താണ്? ഇവിടെ ഒരു വട്ടം വരും, ഈ സാധനം ഇങ്ങോട്ടും വരും. ഇതല്ലേ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അത് ഏത് ആൻസറാണ്? ഈ മേളിലോട്ട് ഈ സാധനം വരണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മേലും കൂടെ ഒരു വെട്ടിടണമായിരുന്നു. പക്ഷെ നമ്മൾ മേല് വെട്ടിട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ഈ മേളിൽ വരുന്നതൊന്നും ആൻസറായിട്ട് വരത്തില്ല. ഇതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മുടെ ആൻസർ എങ്ങനെ വരുമെന്നൊന്ന് നോക്കിക്കേ. ഈ ഫിഗർ നമ്മളിത് എങ്ങനെ മടക്കിയേക്കുന്നത്? ദാണ്ട് ഇതേപോലെയാണ് മടക്കിയേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ എന്തായാലും വരുമല്ലോ, ഈ സാധനം ഇങ്ങോട്ട് വരുമല്ലോ. ഈ സാധനം ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിലല്ലേ നിൽക്കൂ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ വരുന്ന ഏതൊക്കെ ഫിഗർ ഉണ്ട് അതെല്ലാം നോക്കുക. ഈ ഫിഗർ എന്തായാലും വരത്തില്ലേ? അപ്പോൾ അപ്പുറത്തെ സൈഡിൽ വരുന്ന ഈ ഫിഗർ ഈ 3 ഫിഗർ വരും. ഇനി അടുത്ത മുകളിലോട്ട് എങ്ങനെയാണ്? നമ്മളിങ്ങനെ മുകളിലോട്ട് തുറക്കുമ്പോൾ ഈ പോയിന്റഡ് എഡ്ജല്ലേ ഇങ്ങോട്ട് വന്ന് നിൽക്കത്തുള്ളൂ, ഇങ്ങനെയല്ലേ വന്ന് നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഫിഗേഴ്സ് മാത്രം എടുക്കുക. നോക്കിക്കേ, അങ്ങനെയുള്ള ഫിഗേഴ്സ്, ഇത് അങ്ങനെയുള്ളത് ഫിഗർ അല്ല, കാരണം ഒരെണ്ണം തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി ഇതും അങ്ങനെയുള്ള ഫിഗർ അല്ല, ഇതും തെറ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഇത് തന്നെയല്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്? നമ്മൾ ശ്രദ്ധിച്ചങ്ങ് നോക്കിയാൽ മതി. നമ്മൾ ഇങ്ങനെ തുറക്കുമ്പോഴേ ഈ സാധനം എന്ന് വെച്ചാൽ ഇവിടെ ഒരു മിറർ ഇമേജ് പോലെ അങ്ങ് നോക്കിയാൽ മതി. ഇതിൻ്റെ മിറർ ഇമേജ് എങ്ങനെ വന്നേ? ഈ സാധനം ഇങ്ങോട്ട് വരും, ഈ ദൂരോട്ട് കിടക്കുന്ന എല്ലാം ഇപ്പുറത്തോട്ട് തന്നെ എങ്ങനെ വരുന്നത്. ഇനി അടുത്തത്, ഇവിടെ നമ്മൾ മിറർ വെക്കുവാണെങ്കിൽ എങ്ങനെ വരും? ഇത് ഈ അടുത്തുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മിറർ ഇമേജ് ആണെങ്കിൽ അടുത്തുള്ളത് തന്നെ അടുത്ത് വരും. ഇവിടുത്തെ അടുത്തുള്ളത് ഏതാ? ഇതാണ്. അപ്പോൾ അത് തന്നെ അടുത്ത് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനസ്സിലായല്ലോ? മിറർ ഇമേജ് പോലെ തന്നെ ഓരോരോ സൈഡിൽ നോക്കിയാൽ മതി, അപ്പോൾ ആൻസർ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിൻ്റെ മിറർ ഇമേജ് ആകുമ്പോൾ ഇതെങ്ങനെ? ഇതേപോലെ സാധനം തിരിഞ്ഞിരിക്കുന്നു. അത് എനിക്ക് വരയ്ക്കാൻ നന്നായിട്ട് കിട്ടത്തില്ല, ഓപ്ഷൻ വെച്ച് പറഞ്ഞുതരാം. ഇത് തിരിഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കും. ഇത് തിരിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു സാധനം മുകളിലോട്ടും ഇത് ഇങ്ങോട്ട് പോയിന്റ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങോട്ട് പോയിന്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, അങ്ങോട്ട് പോയിന്റ് ചെയ്തത് ഏതൊക്കെയാ? ഇത് വരുമോ? ഇത് പോയിന്റ് ചെയ്തല്ലല്ലോ ഇരിക്കുന്നത്, ഇത് വെളിയിലോട്ടല്ലേ പോയിന്റ് ചെയ്തേക്കുന്നത്. അകത്തോട്ട് പോയിന്റ് ചെയ്തേക്കുന്നത് ഇത് വരും, ഇത് പിന്നെ അകത്തോട്ട് പോയിന്റ് ചെയ്തേക്കുന്നത്, ഇത് അകത്തോട്ട് പോയിന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മിറർ ഇമേജ് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു ബേസ് ഇങ്ങോട്ട് വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമായിരിക്കും, ഇതിൻ്റെ ബേസ് ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഏതൊക്കെയുണ്ട്? ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തതാണ്. ഇത് പക്ഷേ കുഞ്ഞതല്ലല്ലോ അങ്ങോട്ട് വരുന്നേ, അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇനി ഇത് രണ്ടിലും ഏത് വരുമെന്നാണ് നോക്കേണ്ടത്. ഇത് രണ്ടിലും ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ട്, പക്ഷേ ഇതിങ്ങനാണോ ഇരിക്കേണ്ടത്?
നമ്മൾ ഇതിൻ്റെ മിറർ ഇമേജ് നമ്മൾ ഇവിടെ കിട്ടുന്ന എന്താ ഇതേപോലെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ ഇരിക്കേണ്ടത്? ഈ കുഞ്ഞതല്ലേ ഈ ഒരു സൈഡിലോട്ട് വരേണ്ടത്? ഈ ഒരു ഭാഗം ഇതേപോലെയല്ലേ ഈ സൈഡിലോട്ട് തിരിഞ്ഞിരിക്കേണ്ടത്? അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിട്ടാണ് വരുന്നത്? ഇതാണ് നമ്മുടെ ആൻസർ, ഇത് വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. നിങ്ങൾ ആ ക്ലാസ് കാണുമ്പോൾ തന്നെ ഏകദേശമുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അഥവാ മനസ്സിലായില്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്താലേ ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ ഫിഗർ എങ്ങനെയായിരിക്കും വരുന്നത്? ഈ ഫിഗർ ആകുമ്പോൾ ഇതിൻ്റെ ഈ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ഇത് തിരിഞ്ഞിരിക്കുന്ന പോലത്തെ അല്ലേ? തിരിഞ്ഞിരിക്കുന്നത് പോലെ ഇത് വരത്തില്ല എന്തായാലും. ഇതും ഇനി തിരിഞ്ഞിരിക്കുന്ന പോലെയാണ്, പക്ഷേ ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ഇത് എന്ന് വെച്ചാൽ ഇതിങ്ങനെ ആയിരിക്കത്തില്ലേ വരുന്നത്? എനിക്ക് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇത് നമ്മൾ ഇതേപോലെ മുകളിലോട്ട് വരും, ഇതേപോലെ. ഇത് പറഞ്ഞുതരാം ഇങ്ങനെ. ഈ ഒരു ഭാഗമായിരിക്കും ഇവിടെ വരുന്നത്, ഇത് ഇങ്ങോട്ടൊക്കെ ഈ ഭാഗം മുകളിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ്ടേ, ഈ ഒരു ഫിഗർ ഉണ്ടോ ഇതേപോലെ? ഇതിലൊന്നും ഇങ്ങനെയൊന്നും വരത്തില്ല, ഇതും ഇങ്ങനെ വരത്തില്ല. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങൾ, അടുത്തിരിക്കുന്ന ഭാഗങ്ങളായിരിക്കും ഇവിടെയും അടുത്ത് വരുന്നത്. അതാവുമ്പോൾ ഈ അടുത്തിരിക്കുന്ന ഭാഗമാണെങ്കിൽ ഇതിങ്ങനെ എങ്ങനെ വരും? തിരിഞ്ഞങ്ങ് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി ക്ലാസ് ഇത്രയാണുള്ളത്. നിങ്ങൾക്ക് ഇത്രയും ടോപ്പിക്സ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് ശരിയായില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതൊക്കെ നമുക്ക് ഒരു സാധാരണ ആൾക്ക് എന്തായാലും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയാസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്യുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. യോധയുടെ ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ തന്നെ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കണ്ട് തന്നെ അതെല്ലാം പഠിച്ച് എഴുതുക. ഇനി നമുക്ക് അടുത്ത ലൈവ് സെക്ഷനിൽ കാണാം. Okay, thank you.